CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ സഹകരണ സ്ഥാപനങ്ങൾ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നതെന്ന് സഹകരണ ദേവസ്വം മന്ത്രി VN വാസവൻ. ചൂണ്ടൽ പഞ്ചായത്തിലെ മഴുവഞ്ചേരിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച കൺസ്യൂമർ ഫെഡ് ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസിയുടെ പുതിയ അക്കാദമി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ഗുരുവായൂർ ഉത്സവം ശനിയാഴ്ച മുതൽ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കും. 6ാം വിളക്കു ദിവസമായ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞുള്ള കാഴ്ചശീവേലിക്ക് കൊമ്പൻ നന്ദൻ സ്വർണ്ണക്കോലമേറ്റും. കടങ്ങോട് കാതർപടിയിൽ കാർ ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ബൈക്ക് യാത്രക്കാരനായ തിപ്പല്ലൂർ സ്വദേശി തിപ്പല്ലൂർ വീട്ടിൽ ജനാർദ്ദനന്റെ മകൻ 25 വയസ്സുള്ള ജിജിനാണ് മരിച്ചത്. ചാവക്കാട് KSRTC ബസ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ കൊളുത്തിവലിച്ച അപകടം. കുന്നംകുളം ചാവക്കാട് റോഡിൽ ദീർഘനേരം ഗതാഗതം തടസ്സം നേരിട്ടു. ഹൈവേ പോലീസ് ഉദ്യോഗസ്ഥരെത്തി വാഹനങ്ങൾ മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് തെക്കേനടയിലൊരുക്കിയ വൃന്ദാവനം വേദിയിൽ അരങ്ങേറിയ തിരുവാതിരക്കളി കാഴ്ചക്കാരെ ആകർഷിച്ചു. കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ വ്യാപക കൃഷിനാശം. വെങ്കിടങ്ങ് പഞ്ചായത്തിനു സമീപം കൈതാരത്ത് ജോണിയുടെ കൃഷിയിടത്തിലെ വാഴത്തൈകൾ പന്നികൾ നശിപ്പിച്ചു. കുന്നംകുളത്ത് ഗുരുവായൂർ റോഡിൽ ഇന്ത്യൻ ഓയിൽ പമ്പിന് മുൻവശമുള്ള ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിലെ ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തിക്കിടയാക്കി. കുന്നംകുളം അഗ്നിശമന സേന സ്ഥലത്തെത്തിയാണ് തീയണച്ചത്. വേനൽക്കാലത്ത് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി ചാവക്കാട് നഗരസഭ തണ്ണീർപന്തൽ ആരംഭിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ MSM UP സ്കൂളിൽ സംഘടിപ്പിച്ച പഠനോത്സവം ഗ്രാമപഞ്ചായത്ത് അംഗം KK ജയന്തി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ അടുക്കളത്തോട്ടം വനിതാ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ചൂണ്ടൽ കൃഷിഭവനിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭ 2024-25 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നവീകരിച്ച 5ാം വാർഡിലെ പുന്ന കുന്നത്തുള്ളി റോഡ് നാടിന് സമർപ്പിച്ചു. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മാർച്ച് 16, 17 തീയതികളിലായി ആഘോഷിക്കും. പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ക്ഷേത്രഭരണസമിതിയും പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റികളും കുന്നംകുളം പോലീസുമായി യോഗം ചേർന്നു. കണ്ടാണശ്ശേരി സെന്റ് ജോസഫ്സ് ഇടവക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ യൗസേ പിതാവിന്റെ മരണ തിരുനാളിനെ കൊടികയറി. മാർച്ച് 16 ഞായറാഴ്ചയാണ് തിരുനാളാഘോഷം. ആളൂർ പുറവക്കോട് ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിൽ 2024-25 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വനിതാ ദിനത്തിന്റെ ഭാഗമായി കുന്നംകുളം മലങ്കര ആശുപത്രിയും ഓർത്തഡോക്സ് സഭയുടെ നവജ്യോതി മോംസ് ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും സ്തനാർബുദ രോഗനിർണയ ക്യാമ്പും നടത്തി. കുട്ടാടൻ നിറവ് കാർഷിക വിപണന മേളയുടെ പ്രചരണാർത്ഥം കാവീട് കാവൂട്ടിച്ചിറയിൽ ചൂണ്ടയിടൽ മത്സരം സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭയുടെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾക്ക് വാട്ടർ ടാങ്ക് വിതരണം നടത്തി. NK അക്ബർ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.